ലതേ, താനെന്താ ഇവിടെ നിൽക്കുന്നേ? എന്താടോ ഇത്? ഇങ്ങനെ പിണങ്ങാനും മാത്രം ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചേ? ഇനിയിപ്പോ ഞാനും ക്ഷമയും പറഞ്ഞത് തനിക്ക് അത്ര ഫീൽ ചെയ്തെങ്കിൽ ഞാൻ സോറി പറയാം. പോരെ? ഇങ്ങനെ പിണങ്ങി നിൽക്കാതെ ഇയാൾ വന്നേ. എന്നും നമ്മൾ ഒരുമിച്ചല്ലേ കഴിക്കുന്നേ? ഇന്നും അങ്ങനെ തന്നെ മതി. വാ, പിള്ളേര് വെയിറ്റ് ചെയ്യാം. താ വന്നേ. കടം മുഴുവൻ കൊടുത്തു തീർത്തെന്നറിഞ്ഞ ചിലപ്പോ അമ്മയുടെ പിണക്കം മാറിയേക്കും. വേണ്ട, അതറിയുമ്പോ ചിലപ്പോ അമ്മയ്ക്ക് സന്തോഷമായിരിക്കും. പക്ഷെ ഇത്രയും പണം എനിക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് എല്ലാരും ചോദിക്കും. അപ്പൊ പിന്നെ നടന്നതൊക്കെ പറയേണ്ടി വരും. വേണ്ട, തൽക്കാലം ആരോടൊന്നും പറയണ്ട. ഏയ്, എന്താ ആലോചിക്കുന്നു? ഇന്നത്തെ സാമ്പാർ ഗംഭീരമായിട്ടുണ്ട് അല്ലേ മോളെ? ഒരു പ്രത്യേക ടേസ്റ്റ്. രക്ഷയില്ല അച്ഛാ. ഒരു നമ്പറും ഇനി കുറച്ചു നാളത്തേക്ക് അവിടെ ഏൽക്കാൻ പോകുന്നില്ല. അമ്മ ഇനി എന്തൊക്കെയാണാവോ മനസ്സിൽ പ്ലാൻ ചെയ്തേക്കുന്നതെന്ന് ആർക്കറിയാം. എന്റെ ഒരു ഊഹം വെച്ച് നോക്കുമ്പോ ഇത് വെറും ചെറിയ കളിയല്ല മുത്തേ. ദേ, ഈ മുതലിന് ഏറ്റവും കുറഞ്ഞത് ഒരു 1.5 ലക്ഷം രൂപ വരും. എന്നാലും എന്റെ മോളെ, നീ എന്നാ ധൈര്യത്തിലടി ഈ റിങ് നിന്റേതാണെന്ന് അയാളോട് തട്ടിവിട്ടത്? എന്നിട്ട് അങ്ങേർക്ക് നിന്നെ ഒരു സംശയം തോന്നിയില്ലേ? അതിനാ കോട്ടിന്റെ പോക്കറ്റിൽ കിടക്കുന്ന സാധനം ഇതായിരിക്കുന്ന് ഞാൻ അറിഞ്ഞോ? എന്തെങ്കിലും ഒരു സാധനം അതിലുണ്ടായിരിക്കണമെന്ന് മാത്രം ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ. അതെ, ഒരു 1.5 പ്രാർത്ഥനയായിപ്പോയി എന്റെ മോളെ. അതുകൊണ്ടല്ലേ കർത്താവ് തമ്പുരാൻ ഇതുപോലൊരു ഐറ്റം തന്ന് നിന്നെ രക്ഷിച്ചത്. അല്ല, ഇത് എന്ത് ചെയ്യാനാ നിന്റെ ഉദ്ദേശം? എന്ത് ചെയ്യാൻ? നവീൻ സാറിന് തിരിച്ചു കൊടുക്കും. അല്ലാതെ എനിക്കെന്തിനാ ഇത്? എന്നാ ഞാനൊരു ഐഡിയ പറയട്ടെ. നമുക്ക് ഇവനങ്ങ് മുക്കിയാലോ? മുക്കാനോ? യെസ്, ഒരു ചെറിയ എക്സ്ചേഞ്ച് മേള. അതായത് ഉത്തമ, ഇവനെ നമ്മൾ എടുക്കുന്നു, പകരം നിന്റെ നവീൻ സാറിന് ഇവന്റെ അതേപോലൊരു ഡ്യൂപ്ലിക്കേറ്റിന് തിരിച്ചു കൊടുക്കുന്നു. അപ്പോ അയാളും ഹാപ്പി, നമ്മളും ഹാപ്പി. എന്നിട്ട് നമ്മൾ ഇവന് വിറ്റ് കിട്ടുന്ന കാശ് ഷെയർ ചെയ്യുന്നു. 50-50. ഐഡിയ എങ്ങനെ? പൊയ്ക്കോ ഇവിടുന്ന്. ഒരു തല്ലിപ്പൊളി ഐഡിയ കൊണ്ട് വന്നിരിക്കുന്നു. ഈ മാരണം അയാളെ ഏൽപ്പിക്കുന്നിടം വരെ എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. എന്റെ സംശയം അതല്ല, ഇത്രയും വിലപിടിപ്പുള്ള ഈ റിങ് അയാൾ ആർക്ക് വേണ്ടിയാ വാങ്ങിയത്? ആർക്കെങ്കിലും വേണ്ടി ആവട്ടെ, നമുക്കെന്താ?
ഇനി ചിലപ്പോ നിനക്ക് തരാൻ വേണ്ടിയാണെങ്കിലോ മുത്തേ. ഡേ, നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും, പറഞ്ഞേക്കാം. അല്ലേലും ഇതൊക്കെ വന്ന് നിന്നോട് വിളമ്പി എന്നെ പറഞ്ഞാ മതിയല്ലോ. എന്നാലും നിന്റെ ധൈര്യം ഞാൻ സമ്മതിച്ചു മോളെ. കൊട്ടാരം പോലൊരു വീടിന്റെ മതില് ചാടി അകത്ത് കയറുക, എന്നിട്ട് അവിടുന്ന് ഫയല് മോഷ്ടിക്ക, അത് കൈയോടെ പിടിച്ചപ്പോ കള്ളം പറഞ്ഞ് സ്കൂട്ടാവാ. നീ ആരാന്ന നിന്റെ വിചാരം? ജാൻസി റാണിയോ അതോ ഭൂലൻ ദേവിയോ? നീ അതൊന്നും എന്നെ ഓർമ്മിപ്പിക്കല്ലേ സലോമി. അതിനെപ്പറ്റി ആലോചിക്കുമ്പോ ഇപ്പോഴും ഞാൻ പേടിച്ച് വിറയ്ക്കുക. അപ്പോ അങ്ങനെയൊക്കെ ചെയ്യാൻ എങ്ങനെ ധൈര്യം കിട്ടിയെന്ന് എനിക്ക് പോലും അറിയില്ല. ഹോ, ഇന്നലെ ഒരു വല്ലാത്ത ദിവസമായിരുന്നു പൊന്നെ. പവൻ സാറിന്റെ കയ്യിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട് പുറത്തിറങ്ങിയപ്പോ വഴിയിൽ വെച്ച് ആ അമ്പിളിയമ്മയുടെ പ്രകടനം. ഹാ, വീട്ടിൽ ചെന്നപ്പോ അതിന്റെ ബാക്കി അവിടെയും തകർന്ന് തരിപ്പണായിപ്പോയി. എന്നാലും നമ്മുടെ ഉണ്ണിമുകുന്ദന്റെ കാര്യം ആലോചിക്കുമ്പോ ഒരു സങ്കടം ഇല്ലാതില്ല. വല്ലപ്പോഴും നമുക്ക് ഇത്തിരി ചിക്കില് തടയുന്ന കേസായിരുന്നു. അമ്പിളമ്മയും നിന്റെ അമ്മച്ചിയും കൂടി ആ കമ്പനിയും പൂട്ടിച്ചു. കഷ്ടം. അയ്യോ, നവീൻ സാർ ആണല്ലോ. ഹലോ ഹലോ സാർ. ആ, ഗുഡ് മോർണിംഗ് സാർ. ആ, ഞാൻ ഓൺ ദ വേ ആണ് സാർ. ശരി സാർ, അങ്ങനെ ചെയ്യാം. എന്നതാ മക്കളെ, പുതിയ കേസ് വല്ലാണോ? ആവോ, അറിയില്ല. ഓഫീസിൽ കയറുന്നതിന് മുമ്പ് തമ്മിൽ കാണണമെന്ന് പറഞ്ഞു. അതെന്തിനാ? ആ, എന്നാ ഞാനൊരു ട്വിസ്റ്റ് പറയട്ടെ. ഓഫീസിന്റെ മുന്നിൽ വെച്ച് അയാള് നിന്നെ കാണുന്നു, എന്നിട്ട് പറയുന്നു, കുട്ടി എനിക്ക് വേണ്ടി ഒരുപാട് റിസ്ക് എടുത്തല്ലേ, അതിന് പ്രത്യുപകാരമായി ഈ റിങ് കുട്ടി എടുത്തോളൂ. പ്ലീസ് വേണ്ടെന്ന് പറയരുത്, ഇത് വെച്ചോളൂ. ഓക്കെ? പിടി. എങ്ങനെയുണ്ട് എന്റെ പെർഫോമൻസ്? കൊള്ളാം, നല്ല ബോറായിട്ടുണ്ട്. നീ എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യുമോളെ, നവീൻ സാർ ഇപ്പൊ വരും. അയ്യടി, അങ്ങനെ ഇപ്പൊ എന്റെ മക്കളെ സൂഹിക്കണ്ട. ഒന്നാമത് ക്രിസ്റ്റിയുടെ കയ്യിൽ നിന്ന് എരന്നിട്ടാ എണ്ണക്കാശ് കിട്ടിയത്. ഇനി അതിന്റെ അകത്ത് നീയും കൂടെ ഓസ നിക്കരുത് കൊച്ചെ. പ്ലീസ് മുത്തേ, ശമ്പളം കിട്ടുമ്പോ എല്ലാം കൂടി ഞാനങ്ങ് തരാടി. എന്റെ ചക്കരല്ലേ, വണ്ടി എടുക്ക്. കൂടുതൽ സൂഹിപ്പിക്കല്ലേ. ദേ, ഇത് ലാസ്റ്റ്. ഇനി എന്റെ വണ്ടി കയറണമെങ്കിൽ കാശ് അഡ്വാൻസ് ആയിട്ട് തരണം, പറഞ്ഞേക്കാം. ഓ, സമ്മതിച്ചു. ദേ ഇന്നലെ എനിക്ക് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടി. താങ്ക് യു. താങ്ക്സ് എ ലോട്ട്. ബുദ്ധിമുട്ടുന്നതിനൊന്നും ഒരു പ്രയാസമില്ല സർ. ഇനിയും ബുദ്ധിമുട്ടുകൾ സഹിക്കാൻ ഞാൻ തയ്യാറുമാണ്. പക്ഷെ അതൊക്കെ നേരായ കാര്യങ്ങൾക്ക് വേണ്ടി ആവണമെന്നേ ഉള്ളൂ. പ്ലീസ് സർ, ഇറ്റ്സ് മൈ റിക്വസ്റ്റ്. ഇന്നലെ ആ വീട്ടിൽ വെച്ച് പവൻ സാറിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തൊക്കെ കള്ളങ്ങൾ പറഞ്ഞു എന്ന് എനിക്ക് തന്നെ അറിയില്ല. ജീവിതത്തിൽ ആദ്യമായിട്ടാ ഞാൻ ഇങ്ങനെ ഒരു കള്ളത്തരം ചെയ്യുന്നത് തന്നെ. എന്നങ്ങനെ ഉറപ്പിച്ചു പറയാൻ പറ്റുമോ ദേയ്ക്ക്? എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ 10 ലക്ഷം രൂപയുടെ കാര്യം എല്ലാവരിൽ നിന്നും മറച്ചു വെക്കുന്നത് ഒരു കള്ളത്തരമല്ലേ? ശരിയാണ്, സാറ് പറയുന്നത് അക്ഷരം പ്രതി ശരിയാണ്. സാറ് നിർബന്ധിച്ചിട്ടാണെങ്കിൽ കൂടി ഞാൻ ആ കാശ് വാങ്ങിയതും സ്വന്തം വീട്ടുകാരുൾപ്പെടെയുള്ളവരിൽ നിന്ന് ആ കാര്യം മറച്ചു വെക്കുന്നതും കള്ളത്തരം തന്നെയാ. ഒരു കള്ളം ഒളിപ്പിക്കാൻ വേണ്ടി 100 കള്ളം ചെയ്യേണ്ടി വരുന്നു പറയുന്നത് സത്യമാ. അന്ന് ഞാൻ ആ കാശ് സാറിന്റെ കയ്യിൽ നിന്ന് വാങ്ങാതിരുന്നെങ്കിൽ എനിക്കിപ്പോ സാറ് പറയുന്ന ഇത്തരം കാര്യങ്ങളൊന്നും അനുസരിക്കേണ്ടി വരില്ലായിരുന്നു. എടോ, താൻ സീരിയസ് ആയോ? ഞാനൊരു തമാശ പറഞ്ഞല്ലേ? പക്ഷെ ഞാൻ പറഞ്ഞത് തമാശയല്ല. അതെനിക്ക് മനസ്സിലായി. പക്ഷെ ദയ, താൻ ഒരു നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ തന്ന ആ പണം സ്വീകരിച്ചത്. അല്ലാതെ താൻ ഒരിക്കലും മോഷ്ടിക്കുകയോ തട്ടിപ്പ് നടത്തി സ്വന്തമാക്കുകയോ ചെയ്തതല്ല. ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് മറ്റുള്ളവരിൽ നിന്ന് തനിക്ക് മറച്ചു വെക്കേണ്ടി വരുന്നു. അതിൽ തെറ്റുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് തനിക്ക് കുറ്റബോധം തോന്നേണ്ട ഒരു കാര്യവുമില്ല. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം അനുസരിക്കേണ്ടി വരുന്നത് അതൊരു കള്ളത്തരമായിട്ട് ഫീൽ ചെയ്യേണ്ട കാര്യമില്ല. അല്പം വളഞ്ഞ വഴിയിലൂടെയാണ് നമ്മൾ ആ ഫയല് കൈക്കലാക്കിയതെങ്കിലും അതിന്റെ പിന്നിൽ ഉദ്ദേശം നല്ലതായിരുന്നു. സംഭവിക്കാൻ പോകുന്ന ഒരു അപകടത്തിൽ നിന്ന് ഒരു വലിയ കമ്പനിയെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നു. അതിലെ ഉടമസ്ഥരിൽ ഒരാളുടെ അനുവാദത്തോടെ തന്നെ. അപ്പോ അതിലും മനസാക്ഷി കുത്ത് തോന്നേണ്ട കാര്യമില്ലല്ലോ. എന്നാലും സർ, എനിക്കെന്തോ ഇതൊന്നും ശരിയല്ല എന്ന് തോന്നല. ടേക്ക് ഇറ്റ് ഈസി ദയ. അങ്ങനെയൊന്നും ചിന്തിക്കേ വേണ്ട. ആദ്യമായതുകൊണ്ടാ തനിക്ക് ടെൻഷൻ. സാരമില്ല, അതൊക്കെ നമുക്ക് സാവധാനം മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. വാട്ട് യു മീൻ സർ? എന്നുവെച്ചാ ഞാൻ ഇനിയും ഇതുപോലൊക്കെ ചെയ്യേണ്ടി വരുന്നാണോ? യെസ്. എപ്പോഴുമില്ല, ചില നിർണായക ഘട്ടങ്ങളിൽ എനിക്ക് ഇതുപോലെ ദയയുടെ സഹായം ആവശ്യം വരും. പേടിക്കണ്ട,
എന്നെ സഹായിക്കുന്നോണ്ട് ഈ കമ്പനിയിൽ ദയക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല. കുഴപ്പം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, ചില ഗുണങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ശരി, ദയ വയ്ക്കുള്ളൂ. നമ്മളിവിടെ നിന്ന് സംസാരിക്കുന്നത് ഓഫീസിലുള്ളവരാരും കാണാനിടയുണ്ട്. സർ, ഒരു മിനിറ്റ്. ഇന്നലെ സാറിന്റെ വീട്ടിൽ നിന്ന് കിട്ടിയ റിങ് വന്നപ്പോഴേ തരണമെന്ന് വിചാരിച്ചതാ. സാരമില്ല, കുറച്ച് ദിവസത്തേക്ക് അത് ദയയുടെ കയ്യിൽ കിടക്കട്ടെ. അയ്യോ സർ, അത് പറ്റില്ല. എനിക്ക് വേണ്ട. സാർ ഇത് വാങ്ങണം പ്ലീസ്. നോക്ക് ദയ, തനിക്ക് ഈ മോതിരം എത്രമാത്രം വിലപ്പെട്ടതാണെന്ന് ഇന്നലത്തെ ആ സംഭവം കൊണ്ട് എന്റെ ചേട്ടായിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഇനി കാണുമ്പോ തന്റെ വിരലിൽ ഈ വിലപ്പെട്ട സമ്മാനം ഉണ്ടോ എന്ന് ചേട്ടായി ശ്രദ്ധിക്കും. ഇത്തരം കാര്യങ്ങൾ ഓർത്തു വെക്കുന്ന കാര്യത്തില് മൂപ്പര് ഭയങ്കര ഷാർപ്പാ. കുറച്ചു കാലത്തേക്കെങ്കിലും തന്റെ വിരലിൽ ഈ റിങ് കിടപ്പുണ്ടോ എന്ന് ചേട്ടായി ചെക്ക് ചെയ്യും. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? ചെയ്യേണ്ട എന്താന്ന് ഞാൻ പറഞ്ഞല്ലോ. കുറച്ചു ദിവസത്തേക്ക് ഈ മോതിരം വിരലിലിട്ട് നടക്കുക, പ്രത്യേകിച്ചും ചേട്ടായുടെ മുന്നിൽ ചെല്ലുമ്പോ. സർ, എന്നാലും ഞാൻ ഒരെന്നാലും ഇല്ല, പറയുന്ന താൻ അങ്ങോട്ട് അനുസരിച്ചാ മതി. കള്ളം കാണിക്കുമ്പോ എതിരാളിയുടെ ലോജിക്കിന് ഒരിക്കലും പിടികൊടുക്കരുത്. നല്ല കള്ളന്മാരങ്ങനെയാ. എന്റെ ഈശ്വര, ഇതൊരു ഏണിയായല്ലോ എനിക്ക്. കിട്ടുന്നില്ലല്ലോ. ഗുഡ് മോർണിംഗ് ജഗ്ഗു. ഗുഡ് മോർണിംഗ്. ആ, എന്താ ഷേർലി, സംഗതി കിട്ടിയോ? ജഗ്ഗു, സമയത്തിന് ഓരോന്ന് വിളിച്ചു പറഞ്ഞ കീശേന്ന് എടുത്തു തരാൻ ഞാൻ മാജിക് ഒന്നും പഠിച്ചിട്ടില്ല. തന്റെ സാറാ മേഡത്തിന് അതൊന്ന് പറഞ്ഞേക്കണം. ആ, അത് പിന്നെ സാറാ മാഡം എന്ത് ചെയ്യാനാ? പവൻ സാർ ഇന്ന് രാവിലെ വിളിച്ചിട്ടാ മാഡത്തിനോട് കാര്യം പറയുന്നു. സാറും കൊള്ളാം, മാഡവും കൊള്ളാം. ബാക്കിയുള്ളവർ ഇവിടെ കിടന്ന് നെട്ടോട്ട് ഓടണം. ആ കോസ്റ്റ്യൂമിന്റെ കൈയും കാലം പിടിച്ചിട്ടാ ഒരു വിധത്തിൽ ഇതൊക്കെ ഒപ്പിച്ചത്. എന്തായാലും ഇപ്പൊ സംഗതി നടന്നല്ലോ, അത്രേ ആശ്വാസം. ഇതാ, ആ പിന്നെ ആ ഫ്ലോർ ഒന്ന് റെഡിയാക്കി ഇടാൻ പറയണേ. ആ, ഉഫ്, ഇതെന്തൊരു കോസ്റ്റ്യൂം. ആ, എത്തിയോ? ഗുഡ് മോർണിംഗ് ജഗുബായ്. ഗുഡ് മോർണിംഗ്. അതെ, ദേ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. എന്നെ കൊണ്ട് പറ്റുന്നാണേ ചെയ്യാം. ഇന്നൊരു ഫോട്ടോഷൂട്ട് ഉണ്ട്. അതൊന്ന് സെറ്റ് ആവുന്നവരെ ഇവിടുത്തെ കാര്യങ്ങളൊന്ന് മാനേജ് ചെയ്യാം. ഫോട്ടോഷൂട്ടോ? ഇന്ന് ഫ്ലോറിൽ വർക്കൊന്നും ഇല്ലെന്നല്ലേ ജഗ്ഗു ചേട്ടൻ ഇന്നലെ പറഞ്ഞത്? ആ, അത് ഇന്നലെ. ഇന്നിപ്പോ സെറ്റപ്പ് ആകാൻ മാറിയല്ലോ. കുറച്ചു മുമ്പേ പവൻ സാറ് വിളിച്ചിട്ട് സാറാ മാഡത്തിനോട് പറഞ്ഞു ഫ്ലോറൊക്കെ ഒന്ന് സെറ്റ് ആക്കിയിടാൻ. ക്ലൈന്റ് ആരാ ജഗ്ഗു ചേട്ടാ? ആർക്കറിയാം? ക്ലൈന്റ് ആരാണെന്നോ സ്റ്റോറി ബോർഡ് എന്താണെന്നോ പവൻ സാറിനും ദൈവത്തിനും മാത്രം അറിയാം. ആർട്ടിസ്റ്റിനിടാൻ ദേ ഈ കോസ്റ്റ്യൂം ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കാൻ പറഞ്ഞു. ആഹാ, കോൺവെക്കേഷൻ കോട്ടാണല്ലോ. ഒന്ന് പിടിച്ചേ. ഓ, ഇതാ ക്യാമറമാൻ ശ്രീകുമാറാ. ഇയാളെ കൊണ്ടു. ഹലോ ശ്രീകുമാറേട്ടാ, എത്തിയോ? പവൻ സാർ ഇതുവരെ എത്തിയിട്ടില്ല, പക്ഷെ എപ്പോ വേണേലും വരാം. അതിനെപ്പറ്റി എനിക്കൊരു ഐഡിയ ഇല്ല. അതൊക്കെ പവൻ സാർ വന്നിട്ടേ പറയാൻ പറ്റൂ. ചേട്ടാ ഫ്ലോറിലോട്ട് വാ, എന്നിട്ട് സംസാരിക്കാം. ആ, ശരി. ഓ, ഇവന്മാര് ചായ കുടിച്ചിട്ട് ഇനി എപ്പോ കെട്ടിയെടുക്കാനാ? പവൻ സാർ വരുമ്പോഴത്തേക്ക് ഇനി നിരത്തി പിടിച്ച് ഫയറിംഗ് ആയിരിക്കും. ദയായിരുന്നോ? ഞാൻ കരുതി മോഡൽ ഇത്രയും പെട്ടെന്ന് റെഡി ആയി ഇവിടെ നിൽക്കുകയാണെന്ന്. എങ്ങനെയുണ്ട് ജഗ്ഗു ചേട്ടാ? അടിപൊളി, നല്ല കിടുക്കാച്ചിയായിട്ടുണ്ട്. ഇപ്പൊ കുട്ടിയെ കണ്ട നല്ല വിവരമുള്ള ഒരാളായിട്ടേ തോന്നും. അല്ല, അങ്ങനെയല്ല, അല്ലെങ്കിലും അങ്ങനെ. ഈ വേഷത്തിൽ ഞാനൊരു സെൽഫി എടുക്കട്ടെ? ആ, അയ്യോ, അത് ഓക്കെ ആയില്ല. ശരിക്കും എന്നാ ജഗ്ഗു ചേട്ടാ? വെൽക്കം സാർ. എന്താടോ, തനിക്ക് ഡോക്ടറേറ്റ് കിട്ടിയോ? ആ, എന്താ ജഗു, എല്ലാം സെറ്റിലേ? ആണ് സാർ. അല്ല, ആയിക്കൊണ്ടിരിക്കുക. അല്ല, ഉടനെ ആവും സാർ. എന്നാ വേഗാവട്ടെ. ശരി സാർ.
എക്സ്ക്യൂസ് മീ ദയ, കം ടു മൈ ക്യാബിൻ. ആദ്യം പോയി വാങ്ങിച്ചിട്ട് വാ. എന്നെ എന്തായാലും ഈ ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് പിരിച്ചുവിടുള്ളായിരിക്കും. പെട്ടി പാക്ക് ചെയ്യാൻ ഇത്തിരി സാവകാശം കിട്ടും. സമാധാനമായി. ഓൾ ദ ബെസ്റ്റ്. എക്സ്ക്യൂസ് മീ സർ. യെസ്, കമൻ. ആരായിരുന്നു ഗുരു? അല്ല, ഇത്ര ഭംഗിയായിട്ട് മതിൽ ചാണം പഠിപ്പിച്ചത് ആരായിരുന്നു എന്നാ ചോദിച്ചത്. ആളിപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഒന്ന് ശിക്ഷപ്പെടാൻ വേണ്ടി ചോദിച്ചതാ. എവിടെയാ മുറിവ്? നോക്കട്ടെ. അത് വലിയ കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നു സർ. ഇറ്റ്സ് ഓക്കെ. ഇത്ര കഷ്ടപ്പെട്ട് ഇന്നലെ കൊണ്ടുപോയി റിങ് ഇന്ന് കാണുന്നില്ലല്ലോ. എവിടെ പോയി? എന്റെ കയ്യിലുണ്ടല്ലോ സർ. ദാ നേരത്തെ ഇത് തന്റെ വിരലിൽ ഇല്ലായിരുന്നല്ലോ. ഉണ്ടായിരുന്നു സർ. സാറ് ചിലപ്പോ ശ്രദ്ധിക്കാഞ്ഞിട്ടാവും. ശരിയാ, ചിലപ്പോ അതായിരിക്കും. എന്നിട്ട് ഇന്നലെ മോതിരം മിസ്സായ കാര്യം തന്റെ ഫ്രണ്ടിനെ അറിയിച്ചോ? ഏത് ഫ്രണ്ടിനെ? തന്റെ ബോയ് ഫ്രണ്ടിന്റെ കാര്യം ചോദിച്ചത്. ഇല്ല സർ. അതെന്താ പറയാതിരുന്നത്? അത് ഇയാൾക്ക് ഇതല്ലാതെ വേറൊന്നും ചോദിക്കാനില്ലേ? ഓ, അതൊക്കെ ഞാൻ എന്തിനാണ് അറിയുന്നതെന്നായിരിക്കും അല്ലേ? ഓക്കെ, then come with me. നോമി, 1 second പ്ലീസ്. എന്താ സാറാ, എല്ലാം റെഡിയല്ലേ? പവൻ സാറ് ക്യാബിനിൽ എത്തിയിട്ടുണ്ട്. റെഡിയാണ്, പക്ഷെ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. വാട്ട്സ് ദാറ്റ്? നമ്മുടെ മോഡൽ റീത്ത ഇതുവരെ എത്തിയിട്ടില്ല. ഇതാണോ ചെറിയ പ്രോബ്ലം? മോഡൽ ഇല്ലാതെ എങ്ങനെ ഷൂട്ട് നടക്കും സാറാ? പവൻ സാർ വരുമ്പോ ഞാൻ എന്ത് പറയും? ജഗ്ഗുവിനോട് ഞാൻ റീത്തയെ വിളിച്ചു നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോ വല്ല ബ്ലോക്കിലും പെട്ടതാവും. ഉടനെ എത്തിയേക്കും. ജഗ്ഗു, എന്തായി? റീത്തയെ കിട്ടിയോ? നോ രക്ഷ. ആദ്യം കോള് പോകുന്നുണ്ടായിരുന്നു. ഇപ്പൊ വിളിച്ചപ്പോ സ്വിച്ച് ഓഫ്. ഗോഡ് ഡാം ഇറ്റ്, ഇറസ്പോൺസിബിൾ ഇഡിയറ്റ്. റീത്ത ഫോൺ എടുക്കാതിരുന്നപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു മാഡം. രാവിലെ അവള് വരാന്ന് സമ്മതിച്ചല്ലേ? അതെ, പക്ഷെ എനിക്ക് എന്തോ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ചിലപ്പോ വേറെ വല്ല കമ്മിറ്റ്മെന്റ്സ് ഉണ്ടായിരിക്കും. കൊള്ളാം. എന്നിട്ട് സാർ ഇപ്പോഴാണ് അത് പറയുന്നത്? സംശയം ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് വേറൊരു സബ്സ്റ്റിറ്റ്യൂട്ടിനെ കണ്ടുവച്ചില്ല? ഇനിയിപ്പോ പവൻ സാറിനോട് എന്ത് സമാധാനം പറയും? സാറ് വരുന്നുണ്ട്. എല്ലാം കൊണ്ട് നല്ല ബെസ്റ്റ് ദിവസമാ. ഓൾ സെറ്റ്? ഗുഡ്. എന്നാ തുടങ്ങാം. What happened? സർ, ഒരു പ്രോബ്ലം ഉണ്ട്. നമ്മുടെ മോഡൽ റീത്ത ഇതുവരെ എത്തിയിട്ടില്ല. രാവിലെ വിളിച്ചപ്പോ ഉറപ്പായും വരുമെന്ന് പറഞ്ഞതാ. ബട്ട് നമ്മൾ ഇപ്പൊ വിളിച്ചപ്പോ ആ കുട്ടി റെസ്പോണ്ട് ചെയ്യുന്നില്ല. വേറെ ഓപ്ഷൻ നോക്കുന്നുണ്ട് സർ. പകരം ധന്യ മേരി ട്രൈ ചെയ്യുന്നുണ്ട്. ആ കുട്ടി ഇവിടെ അടുത്താണല്ലോ, പെട്ടെന്ന് എത്തും.